കേരള കോൺഗ്രസ് എം നേതാവ് സ്റ്റീഫൻ ജോർജ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സ്റ്റീഫൻ ജോർജ്, വലിയ വിമർശനമാണ് CPIയിൽ നിന്ന് നേരിടേണ്ടി വന്നത് കേരള കോൺഗ്രസ് എമ്മിന്. ഇപ്പോഴും കേരള കോൺഗ്രസ് എമ്മിലെ നേതാക്കൾ മുന്നണിയിൽ വന്നെങ്കിൽ പോലും സാധാരണക്കാരുടെ പ്രവർത്തകരുടെ മനസ്സ് UDF-ലാണ് എന്നുള്ള വലിയ വിമർശനമാണ് ഉന്നയിച്ചത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അല്ല, CPI എല്ലാ കാലത്തും ഇങ്ങനെ ഒരു വിമർശനത്തിലാണല്ലോ. നേരത്തെ മുതലേ ഉള്ളൊരു കാര്യമായി. ഇപ്പം ഞാൻ പത്രത്തിൽ നിന്നും പത്രമാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം, CPI ഞങ്ങളെ മാത്രമല്ലല്ലോ, ജില്ലാ കമ്മിറ്റി ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് നിശ്ചിതമായി വിമർശിച്ചിരിക്കുക. അത് വാർത്തകൾ ശരിയാണെങ്കിൽ, പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അങ്ങനെയാണ് ഞാൻ രാവിലെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൂടാതെ CPIയുടെ 4 മന്ത്രിമാരും പരാജയമാണെന്ന്, ഈ സർക്കാരും പരാജയമാണെന്നെല്ലാമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ച് നിങ്ങൾ ചോദിക്കുമ്പോൾ കേരള കോൺഗ്രസിനെ കുറിച്ച് അവർ പറഞ്ഞ കാര്യങ്ങൾക്ക് മാത്രമേ മറുപടി പറയേണ്ടതുള്ളൂ. അതായത് കേരള കോൺഗ്രസ് നേതാക്കൾ മാത്രമേ ഉള്ളൂ, പിന്നെ അണികൾ വന്നിട്ടില്ല എന്ന് അവർ പറഞ്ഞാൽ ആ വിലയിരുത്തൽ തീർച്ചയായിട്ടും തെറ്റായ ഒന്നാണ്. കാരണം അങ്ങനെ അണികൾ വന്നില്ലെങ്കിൽ ഇത്രയും സീറ്റുകൾ ജയിക്കാൻ കഴിയുമായിരുന്നു. അതായത് ഞാനിപ്പോഴും ഓർക്കുന്നു, CPIയുടെ പീരുമേട് MLA തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേ പറഞ്ഞത് കേരള കോൺഗ്രസ് വന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ജയിക്കാൻ കഴിഞ്ഞത്. എന്താ വെച്ചാൽ കേരള കോൺഗ്രസ് അണികളുള്ള കുടിയേറ്റ മേഖലയായിട്ടുള്ള കുമളി ആ ഭാഗത്തൊക്കെ പഞ്ചായത്ത് ജനപ്രതിനിധികൾ ധാരാളം കേരള കോൺഗ്രസ് ഉണ്ട്, കേരള കോൺഗ്രസ് ശക്തിയുണ്ട്. അവരുടെ വോട്ടെല്ലാം കൂടെ വന്നുകൊണ്ട് അല്ലെങ്കിൽ ജയിക്കുമായിരുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അത് മാത്രമല്ല, പലത് നോക്കിയാലും ഇപ്പൊ കോട്ടയം ജില്ലയിൽ എന്തായിരുന്നു സ്ഥിതി? ഞങ്ങൾ UDF എന്നപ്പോഴത്തേക്ക് UDF അല്ലേ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത്, പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തെല്ലാം UDF അല്ലേ ഭരിച്ചുകൊണ്ടിരുന്നത്. അണികൾ വരാതെ എങ്ങനെ LDF ഭരിക്കാൻ കഴിഞ്ഞു? എത്ര സീറ്റ് പഞ്ചായത്ത് തലത്തിൽ കേരള കോൺഗ്രസ് LDF വന്നുകൊണ്ട് CPIക്ക് ലഭിക്കാൻ കഴിഞ്ഞു? അതൊക്കെ അവർ വിലയിരുത്തണമെന്നായിരുന്നു എന്റെ അഭിപ്രായം. അതിപ്പം ഒരു പാർട്ടി അവർ ചർച്ച ചെയ്തതിന് ഇപ്പൊ നമുക്കെന്ത് പറയാനാ? അവരുടെ അഭിപ്രായം അവർ പറയട്ടെ, അവരുടെ പാർട്ടി ചർച്ച ചെയ്യട്ടെ. പക്ഷെ അതിനോട് യാഥാർത്ഥ്യബോധം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ വിഷയത്തിൽ. മറ്റു വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ വിഷയത്തിൽ പിന്നെ എനിക്കൊരു യാഥാർത്ഥ്യബോധത്തോടുകൂടി ചർച്ചയാണെന്നുള്ള ബോധ്യം എനിക്കില്ല. അത് ഒരു ഇപ്പൊ CPIയും സ്റ്റേറ്റ് പാർട്ടിയാണല്ലോ, അറിയാമല്ലോ. ഇപ്പൊ സ്റ്റേറ്റ് പാർട്ടി, കേരള കോൺഗ്രസ് സ്റ്റേറ്റ് പാർട്ടി, അങ്ങനെ ഒരു കേരള കോൺഗ്രസിനെ വിമർശിച്ച വാർത്ത ഉണ്ടാക്കുന്നത് കേരള കോൺഗ്രസ് മുന്നണിയിൽ എടുത്തതിനെ അടക്കം വിമർശിച്ചതാണ് CPI തുടക്കം മുതൽ. അപ്പോൾ ആ ഒരു അമർഷം ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ, ശ്രീ സ്റ്റീഫൻ ജോർജ്? അല്ല, ഈ കാര്യത്തിൽ ഒരു കാര്യം ഞാൻ പറയാം. കേരള കോൺഗ്രസ് എമ്മിനെ എടുത്തുകൊണ്ടാണല്ലോ അവർക്കും ഭരണത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതും 4 മന്ത്രിമാരെ കിട്ടിയതും എല്ലാം അതിന്റെ ഭാഗമാണല്ലോ. CPM അംഗീകരിക്കുന്നുണ്ട്. ഞങ്ങൾക്കിപ്പം എല്ലാരെയും കൊണ്ടും അംഗീകരിപ്പിക്കാൻ നമുക്കൊരു പാർട്ടി എന്ന നിലയ്ക്ക് കഴിഞ്ഞെന്ന് വരില്ലല്ലോ. അതുകൊണ്ട് യാഥാർത്ഥ്യം എന്താണെന്ന് ജനങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ആ നിലയിൽ ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ പഞ്ചായത്തിനും ലഭിക്കുന്ന ഒരു മൈന്യൂട്ട് പൊളിറ്റിക്സ് ഉണ്ട് അതിനകത്ത്. അതായത് കേരള കോൺഗ്രസ് എം വരുമ്പോൾ ആ കേരള കോൺഗ്രസ് എമ്മിന്റെ അനുഭാവികളായിട്ടുള്ള ഒരു വാർഡ്, കേരള കോൺഗ്രസ് വലിയ ശക്തിയില്ലാത്ത വാർഡാന്നിരിക്കട്ടെ, അവിടെ ഒരു 10 കുടുംബങ്ങൾ അനുഭാവികൾ കാണും. 50 വോട്ട് അങ്ങ് മാറുകയാണ്. അപ്പൊ അവിടുത്തെ റിസൾട്ട് മാറി. ആ വാർഡിലെ റിസൾട്ട് മാറിയാൽ ആ പഞ്ചായത്തിലെ റിസൾട്ട് മാറി. അങ്ങനെയാണ് LDF ഭരിക്കുന്നത്. അതൊന്നും അവർ കണ്ടില്ല എന്നടിക്കാന്ന് വെച്ചാൽ അത് ഒരു അത് ബോധപൂർവമായ ഒരു നടിക്കുകയാണ്. അത് കാണാതെ കേരള കോൺഗ്രസ് ശക്തിയെക്കുറിച്ച് അവർക്ക് ബോധ്യമുണ്ട്. പക്ഷേ വാർത്ത വരുത്താനും ഇതിനെ കേരള കോൺഗ്രസിനെ വിമർശിക്കാനും ഒരു വിമർശനത്തിന്റെ ചർച്ച, അത് വാർത്ത പുറത്തുവിടുന്നത്, അത് അവർ നേരത്തെ പോലെ തുടരുന്നൊരു പ്രക്രിയയാണ്. അതിപ്പോ അവരുടെ പാർട്ടിയുടെ കാര്യം നമുക്കൊന്നും. ഈ കാഞ്ഞിരപ്പള്ളി മണ്ഡലം അടക്കം കേരള കോൺഗ്രസിന് നൽകേണ്ടി വന്നതിന്റെ ഒരു അമർഷം അടക്കം ഇപ്പോഴും പുകയുന്നുണ്ട് CPIയിൽ എന്നുള്ള വിവരങ്ങളൊക്കെയാണ് ലഭ്യമാകുന്നത്. ഒരു മുന്നണിയിലേക്ക് പുതുതായി ഒരു പാർട്ടി വരുമ്പോൾ അവർക്ക് ന്യായമായ അക്കോമഡേഷൻ കൊടുക്കുമ്പോൾ അങ്ങനെ ചില ത്യാഗങ്ങൾ സഹിക്കേണ്ടതായി വരും. അത് എല്ലാ പാർട്ടിക്കും ഉള്ളതാണ്. ഇപ്പൊ CPM-ന്റെ എത്ര സീറ്റാണ് ഞങ്ങൾക്ക് നൽകിയത്? അപ്പൊ അതുകൊണ്ട് അത് വൈഡർ ഇൻട്രസ്റ്റ് അല്ല, ഞാൻ ചോദിച്ചത് ഈ അമർഷങ്ങളെല്ലാമാണ് ഇപ്പോഴും ഇത്തരത്തിലുള്ള വലിയ വിമർശനങ്ങളിലേക്ക് വഴിവെച്ചത് എന്നാണോ? അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായി ആരാണ് വലുത്, കേരള കോൺഗ്രസ് എം ആണോ അല്ലെങ്കിൽ CPI ആണോ എന്നുള്ള ചർച്ചകൾ ഇപ്പോഴും വലിയ തരത്തിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളത് കേട്ടതാണ്. ആ വാർത്താ സമ്മേളനം വിളിച്ച സമയത്തൊക്കെ CPI നേതാവ് പറഞ്ഞത് ഞങ്ങൾ തന്നെയാണ് കോട്ടയത്ത് പ്രബലരെന്ന്. ഇതിനകത്ത് മൂപ്പളപ്പ് തർക്കമൊന്നും ഇല്ലല്ലോ, അതിലൊന്നും പ്രസക്തിയില്ല. അവരാണ് വലുതെന്ന് അവർ പറഞ്ഞാൽ ഞങ്ങൾക്കതിന് അവരാ ചെറുതാന്ന് ഞങ്ങൾ പറയുന്നില്ലല്ലോ. മനസ്സിലായില്ലേ? ഞങ്ങൾക്കതൊന്നൊരു രാഷ്ട്രീയമായി ഇത് വലിയ വിഷയമാക്കേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ ഈ ചർച്ചകളൊക്കെ ഇങ്ങനെ പുറത്തുവിടുന്നത്, പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുന്നതിന് കുഴപ്പമില്ല. പണ്ട് കാലത്താണെങ്കിൽ പാർട്ടികൾ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ പുറത്തു പോകില്ല. ഇത് പുറത്തു പോകുന്നത് ഒരിക്കലും ഈ മുന്നണിയുടെ കെട്ടുറപ്പിന് നല്ലതല്ല. അപ്പൊ അവരെന്ന് പറഞ്ഞ ഹെഡിങ് എന്താ LDF സർക്കാർ പരാജയം എന്ന് പറഞ്ഞാൽ അവരും കൂടെ ഉൾപ്പെട്ട മുന്നണിയല്ല ഇത്. അപ്പൊ അതിന്റെ ഒരു പൊതുവായിട്ടുള്ള ബുദ്ധിമുട്ട് രാഷ്ട്രീയമായിട്ട് ബഹുജനം അത് വായിക്കുമ്പോൾ ഉണ്ടാവും എന്നുള്ള കാര്യം അവരാണ് മനസ്സിലാക്കേണ്ടത്, നമ്മളല്ല. എന്തെല്ലാം നല്ല കാര്യങ്ങൾ ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്, അതൊന്നും ബൂസ്റ്റ് ചെയ്യാതെ, അതൊന്നും പറയാതെ
എന്തെങ്കിലും ചെറിയ അപാകത ഉണ്ടെങ്കിൽ അത് മാത്രം പറയുന്നതാണോ പൊളിറ്റിക്സ്? എനിക്കറിഞ്ഞൂടാ. അതൊക്കെ അവരുടെ പാർട്ടിയുടെ കാര്യങ്ങൾ, അതിലൊന്നും നമ്മൾ ഇടപെടുന്നില്ല. ശരി, വളരെ നന്ദി ശ്രീ സ്റ്റീഫൻ ജോർജ് പ്രതികരിച്ചതിന്. ഇപ്പോൾ കെ അനിൽകുമാർ നമുക്കൊപ്പം ചേരുന്നു. കെ അനിൽകുമാർ, വലിയ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിനെതിരെ. പറഞ്ഞത് ഇങ്ങനെയാണ്, ഇപ്പോഴും കേരള കോൺഗ്രസ് എം മുന്നണിയിൽ വന്നെങ്കിൽ പോലും സാധാരണക്കാരായ പ്രവർത്തകരുടെ മനസ്സ് ഇപ്പോഴും കോൺഗ്രസിലാണ് എന്നുള്ളത്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ വിമർശനത്തെ? ഇതുപോലെ അസംബന്ധം നിറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ നാട്ടിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒന്ന്, CPIയുടെ ജില്ലാ സമ്മേളനം മാധ്യമപ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടല്ല. LDFനെതിരായ ഒരു നുണ നിർമ്മിക്കാൻ വേണ്ടി എന്ത് കെട്ടുകഥയും CPI സമ്മേളനത്തെ കുറിച്ച് പറയാവുന്ന അവസ്ഥയാണ് കേരളത്തിൽ. CPI സമ്മേളനത്തിൽ ആര് എവിടെ എന്ത് പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ മറുപടി പറയാൻ ശേഷിയുള്ള നേതാക്കന്മാർ CPIക്കുണ്ട്. CPIക്ക് വലിയ രാഷ്ട്രീയ നയമുള്ളവരാ. ഇന്ത്യ രാജ്യത്തെ ഇടതുപക്ഷ ഐക്യത്തിന്റെ സംരക്ഷകരാണ് CPI. അതിന് ദേശീയ നേതൃത്വത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ് CPI. അവർ ദേശീയ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നു. മതന്യൂനപക്ഷങ്ങളെ ഇന്ത്യ മുഴുവൻ വേട്ടയാടുമ്പോൾ ആ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന ശക്തികൾക്കൊപ്പം മിണ്ടാതിരിക്കുന്ന ഉത്തരേന്ത്യയിലെ കോൺഗ്രസിനെ കാണുന്നില്ലേ? ആ കോൺഗ്രസിനെ കണ്ട് പുളകം കൊള്ളുന്നവരാണോ കേരള കോൺഗ്രസ് എമ്മിലെ അണികൾ? കേരള കോൺഗ്രസ് എമ്മിലെ സാധാരണ വിശ്വാസികൾ ഉത്തരേന്ത്യയിലെ ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് പാർട്ടിയിലാണോ വിശ്വസിക്കാൻ പോകുന്നത്? ഇതൊന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കാൻ പോകുന്ന കാര്യമല്ല. LDFനെ ദുർബലപ്പെടുത്താൻ വ്യാജ വാർത്തകൾ നിർമ്മിക്കുക, അതിന് CPI സമ്മേളനത്തെ ഒരു ഉപാധിയാക്കി മാറ്റുക. അത് CPIയുടെ ജില്ലാ സമ്മേളനങ്ങൾ തീരുവോളം അത് നടക്കും. സംസ്ഥാന സമ്മേളനം വരുമ്പോഴും ഇത്തരം വ്യാജ വാർത്തകൾ ധാരാളം വരും. ഇടതുപക്ഷ ജനാധിപത്യത്തെ സംബന്ധിച്ച് LDFന്റെ നേതൃത്വത്തിന് നല്ല കെട്ടുറപ്പുണ്ട്. ജോസ് കെ മാണി അടക്കമുള്ള നേതാക്കന്മാർ CPIയുടെ നേതാക്കന്മാരുമായി ചേർന്ന് ഡൽഹിയിൽ നടത്തിയ പോരാട്ടം നമ്മൾ കണ്ടില്ലേ? സന്തോഷ് കുമാറും ജോസ് കെ മാണിയും കൂടിയല്ലേ ഛത്തീസ്ഗഡിൽ ജോൺ ബിട്ടാസും എല്ലാം കൂടെ ഒരുമിച്ച് പോയത് ബൃന്ദാകാരനോടൊപ്പം? അത്തരം കാര്യങ്ങൾ നടക്കുന്നിടത്ത് ഇങ്ങനൊരു സമ്മേളനത്തിൽ ഇല്ലാത്ത ചർച്ച ഉണ്ടെന്ന് വാർത്ത വരുത്തുക, എന്നിട്ട് പ്രതികരണം സംഘടിപ്പിക്കുക. ഇത് ശരിയായി നടന്നുവെന്ന് പാവപ്പെട്ട ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് മാധ്യമങ്ങൾ ചെയ്യരുത്. ഇത് രാഷ്ട്രീയ പ്രവർത്തനമാണ്, മാധ്യമങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനമാണ്. മാധ്യമങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിന് വിലക്കൊന്നുമില്ല. പക്ഷെ തങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണെന്ന് ജനങ്ങളോട് തുറന്നു പറയാൻ ശ്രമിക്കുകയാണ് നല്ലത്. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് ഇത്തരം ഒരു വാർത്തയും സത്യസന്ധമല്ല. മാത്രമല്ല, LDF കൂടുതൽ കെട്ടുറപ്പോടെ പോകുന്നു. എവിടെ ആരെക്കുറിച്ചാണ് നിങ്ങൾക്ക് പ്രത്യാശ? എന്തുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ വേട്ടയാടിയപ്പോ 100 MPമാരുമായി രാഹുൽ ഗാന്ധി പാർലമെന്റിന് മുന്നിൽ സമരം ചെയ്തില്ല? അപ്പൊ UDFന്റെ സമരം, മലയാളിയുടെ സമരം, കന്യാസ്ത്രീയെ വേട്ടയാടിയാൽ മലയാളിയുടെ സമരമാണെന്ന് പറയുന്ന കോൺഗ്രസിനെ കുറിച്ചാണോ ഇനി മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവർക്ക് പ്രതീക്ഷയുള്ളത്? ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാകുന്ന മനുഷ്യരാണ് ഇവിടെ ഉള്ളത്.